ഞാൻ ബാങ്കർ കേശവമേനോന്റെ മകനായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയത് കൊണ്ട് അറിയാതെ പറഞ്ഞുപോയി. എക്സ്ക്യൂസ് മീ. കാപ്പി കൊണ്ടുവരാൻ ജാനകിക്ക് മനസ്സില്ലെന്ന്. നീ എന്താ കാപ്പി കൊണ്ടുവരാത്തത്? അതിനിവിടെ ജോലിക്കാർ ആവശ്യത്തിലേറെ ഉണ്ടല്ലോ. ജോലിക്കാരുടെ കയ്യിൽ നിന്നും കാപ്പി വാങ്ങി കുടിക്കേണ്ട ആളല്ല വന്നിരിക്കുന്നത്. ബാങ്കർ കേശവന്റെ മകനാണ്. ആയിരിക്കാം, അതിന് എനിക്കെന്താ? നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്നവനാണ്. ഇതിനു മുമ്പ് ഒരാൾ വന്നപ്പോഴും അച്ഛൻ ഇത് തന്നെ എന്നോട് പറഞ്ഞു. അന്നൊരു അബദ്ധം പറ്റിപ്പോയി. ഇതാണ് ശരിയായ ആള്. അച്ഛൻ ഇനി മൂന്നാമത് ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളാണ് ശരിയായ ആളെന്ന് പറഞ്ഞ് നടന്നൊക്കെ വീണ്ടും ആവർത്തിക്കണം. ഒരുപക്ഷെ അച്ഛൻ അത് ലജ്ജ തോന്നുന്നില്ലായിരിക്കും. പക്ഷെ എന്നെ കൊണ്ടതാവില്ല. പറയുമ്പോൾ പറയുന്നവരെയൊക്കെ സൽക്കരിക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല അച്ഛ. ജീവിതത്തിൽ അത് ഒരാളോട് മാത്രമേ കഴിയൂ. നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? ഈ ജീവിതത്തിൽ ഞാനൊരു ഭാര്യയാകുകയാണെങ്കിൽ അത് ഒരേ ഒരാളുടെ മാത്രം. അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ അച്ഛൻ അറിയാമല്ലോ. ഭ്രാന്തുണ്ടോ കൊണ്ട് നിനക്ക്? ഭ്രാന്തോ? അതെ, ഭ്രാന്ത്. നിന്റെ സ്റ്റാറ്റസ് ഉണ്ട്, അവന്റെ സ്റ്റാറ്റസ് ഉണ്ട്. ഞാൻ കണ്ടോ തിരണ്ടി നടന്നു. ആഹാരത്തിന് പോലും വഴിയില്ലാത്ത. സ്റ്റാറ്റസും പണവും ഒന്നും എനിക്ക് വേണ്ടെങ്കിലോ? ഞാൻ സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പം പട്ടിണി കിടക്കുന്നതാണ് എനിക്ക് സുഖമെങ്കിലോ? ഇത് നിന്റെ അവസാനത്തെ തീരുമാനമാണോ? അതെ. നല്ലവണ്ണം ആലോചിച്ച് തന്നെയാണോ തീരുമാനം എടുത്തത്? അതെ. വരുന്നതെല്ലാം അനുഭവിക്കാൻ തയ്യാറാണോ? അതെ. ഒറ്റ മകളാണെന്ന് ഞാൻ കരുതിയില്ല. ഈ വീട്ടിൽ കളിച്ച് പുറത്താക്കും. പിന്നീട് ഇതിനകത്ത് കടത്തയുമില്ല. വേണ്ട, നീ അനുഭവിച്ചു. നിന്റെ പിടിവാച്ച് പറഞ്ഞിട്ടല്ല, നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ മതി. ആരാ? പുറത്തൊരു ടുലറ്റ് ബോർഡ് കണ്ടു. ഓ, അതിനു വേണ്ടിയാണോ? അതെ. ഇരിക്കൂ. എവിടാ ജോലി? ഇവിടെ എങ്ങാനും താമസിച്ച് ജോലി അന്വേഷിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓഹോ, ജോലി കിട്ടിയതിന് ശേഷം വീട് അന്വേഷിക്കുന്നതല്ലേ നല്ലത്? ഞങ്ങൾക്കിവിടെ പരിചയക്കാരുമില്ല. നമ്മൾ തമ്മിലും പരിചയമില്ലല്ലോ. പരിചയമില്ലാത്ത ഒരാളിന് എങ്ങനെയാ വീട് കൊടുക്കുക? നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. ജോലിയില്ലാത്തത് കൊണ്ട് സമയാസമയത്ത് വാടകയും പ്രതീക്ഷിക്കണ്ട. ക്ഷമിക്കണം, ഇക്കാര്യങ്ങളിലൊക്കെ ഞാൻ അല്പം കട്ടൻട്രിയാണ്. ചേച്ചി, ഞങ്ങൾ വീട്ടുകാരുടെ ഇഷ്ടം കൂടാതെ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വീട് വിട്ടു പോരേണ്ടിയും വന്നു. സാർ, ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഒരു മാസത്തെ അവധി തരും. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് ഞാൻ കൃത്യമായി വാടക തന്നോളാം. ചേച്ചി, ഇദ്ദേഹം വാക്ക് തെറ്റിക്കുന്ന ആളല്ല. ഞങ്ങൾക്ക് വേണ്ടി ചേച്ചി ഒന്നും പറയണം. അവളെ റെക്കമെൻഡ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പറയാനുള്ളത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാൻ കണ്ട ഒരാളെ. എന്താ പേര്? എന്റെ പേര് കൃഷ്ണമേനോൻ. ഇവൾ ജാനകി. ആ, മിസ്റ്റർ മേനോൻ, നിങ്ങൾക്ക് 1 മാസമല്ല 2 മാസത്തെ അവധിയാണ്. അതിനകം എങ്ങനെയെങ്കിലും ജോലി കണ്ടുപിടിക്കും. ഇല്ലെങ്കിൽ വീടൊഴിഞ്ഞ് തരേണ്ടി വരും. സമ്മതിച്ചോ? ശരി സാർ, വലിയ ഉപകാരം. പിന്നെ എനിക്ക് ചില റൂൾസ് ഒക്കെ ഉണ്ട്. രാത്രി 9 മണിക്ക് ശേഷം ദൈവം തമ്പുരാമെന്ന് വിളിച്ചാലും ശരി, മെയിൻ ഡോർ ഞാൻ തുറക്കുക. ഞാൻ സന്ധ്യയാകുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കോളാം. ലക്ഷ്മി, എന്തോ ഇവരുടെ പോർഷൻ കാണിച്ചു. നിങ്ങളുടെ വീട്ടു സാധനങ്ങളൊക്കെ എവിടെ? തൽക്കാലം ഇതേ ഉള്ളൂ. അപ്പൊ പായും തലണൊക്കെ ഞാൻ തരേണ്ടി വരുമോ? അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. താങ്ക് യു വെരി മച്ച്. അവത്തൊട്ടി ഇത്രേ സൗകര്യമൊക്കെ ഉള്ളൂ. വരൂ. ജോലിക്കാരിയൊക്കെ എന്തായി? പല സ്ഥലത്തും അന്വേഷിക്കുന്നുണ്ട് സാർ. എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ട് കാര്യമില്ല.
വേക്കൻസി എവിടെയുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും അന്വേഷിക്കാതിരുന്നില്ല. മെസ്സേഴ്സ് മൈക്കിൾ ആൻഡ് മൈക്കിളിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് കേട്ടു. നാളെ തന്നെ അങ്ങോട്ട് പോവാം. ശരി. ജാനു, കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും.